മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോനെ കാണാൻ വേണ്ടി മാർക്കോയുടെ വക്കീൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നത് ഒരു സാധ്യതയുമില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ജാമ്യം കിട്ടില്ല. നിന്നെ കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറ്റാവുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നൊക്കെ മാർക്കോവിനോട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് വക്കീൽ. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം വക്കീലെ, ഇതുവരെയും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് വക്കീലാണല്ലോ, അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ ചെയ്തു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ആദ്യമായിട്ട് അവിടെ വെച്ച് ഒരുമിച്ച് മാർക്കോയെ കാണുന്നത്. അങ്ങനെ മാർക്കോ അവരെ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ആളെ ഞങ്ങൾ മാർക്കോ ആണെന്നുള്ള കാര്യം ഞങ്ങൾ പത്രത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്കോനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എങ്ങനെയെങ്കിലും മാർക്കോനെ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയും അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം മാർക്കോനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം അവിടെ വെച്ച് മാർക്കോയുടെ വക്കീലിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വക്കീലിനെ അതിനു മുമ്പ് തന്നെ മേഘനാഥൻ കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. മേഘനാഥൻ അയാൾക്ക് കൂടുതൽ പണം തരാമെന്നെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ട് അയാളുടെ പക്ഷത്താക്കിയിരിക്കുകയാണ് വക്കീലിനെ മേഘനാഥൻ. അങ്ങനെ വക്കീൽ വരുന്നതും കാത്ത് മാർക്കോ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മേഘനാഥൻ്റെ കൂടെ തന്നെ ചതിച്ച ആ പെൺകുട്ടിയും കൂടെ വരികയാണ്. അപ്പോഴാണ് മാർക്കോക്ക് മനസ്സിലാകുന്നത് ഇവൾ മേഘനാഥൻ പറഞ്ഞു വിട്ട പെൺകുട്ടിയാണെന്നും തന്നെ ചതിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൾ അന്നേരം അങ്ങനെയൊക്കെ അഭിനയിച്ചതെന്നൊക്കെ മാർക്കോ അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ കേസ് വാദിക്കാനായിട്ട് വരുന്ന വക്കീലിനെയും നോക്കിയിരിക്കുകയാണ് മാർക്കോ. പക്ഷേ വക്കീൽ അവിടെ എത്തുന്നില്ല. അതിൻ്റെയൊക്കെ പിറകിൽ മേഘനാഥനാണോ എന്നുള്ള ഒരു സംശയം മാർക്കോക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ സാഹചര്യ തെളിവുകളെല്ലാം മാർക്കോക്ക് എതിരെയാകുന്നത് കൊണ്ട് മാർക്കോ മിക്കവാറും റിമാൻഡിലാകാനുള്ള ചാൻസാണ് കാണുന്നത്. പക്ഷേ അതിനെല്ലാം മുമ്പ് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൻ വക്കീലായി എത്തുകയാണ് മാർക്കോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇനിയുള്ള എപ്പിസോഡിലാണ് അത് കാണാൻ സാധിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.